കൂട്ടുകാർക്കും സോഷ്യൽ സയൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 2ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അധ്യായത്തിലെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ അന്തർഭാഗത്ത് ധാരാളം ചലനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഭൗമ ചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും ചില ഭാഗങ്ങൾ താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെടുന്ന പ്രക്രിയ ഉത്ഥാനമെന്നും താഴ്ത്തപ്പെടുന്നതിനെ അവതരണം എന്നും പറയുന്നു. അതായത് as a result of the earth movements, some regions on the earth crust are raised. It is known as uplift. And also some regions are lowered. It is known as subsidence. ഇത്തരത്തിലുള്ള ഭൗമ ചലനങ്ങളെ ആന്തരിക ചലനങ്ങളെന്നും ബാഹ്യ ചലനങ്ങളെന്നും രണ്ടായി തിരിക്കാം. അതിൽ ആന്തരിക ചലനങ്ങളെ വീണ്ടും സാവധാനത്തിലുള്ള ചലനമെന്നും ദ്രുത ചലനമെന്നും വേർതിരിക്കാം. ഫലക ചലനങ്ങൾ സാവധാനത്തിലുള്ള ചലനങ്ങളാണ്. എന്നാൽ ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ദ്രുത ചലനങ്ങളാണ്. അതായത് എർത്ത് മൂവ്മെന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു എൻഡോജനിക് മൂവ്മെന്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെന്റ്സ്. Endogenic movements are also divided into diastrophic movements and sudden movements. Movements of plates are diastrophic movements. Earthquake and volcanic eruption are sudden movements. അടുത്തതായി എന്താണ് ഭൂകമ്പം? ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടാകുന്ന ഫലക ചലനങ്ങളുടെയും മറ്റും ഫലമായി ശിലകൾക്ക് സ്ഥാനചലനവും ഭ്രംശനവും ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമ്മർദ്ദം കാരണം ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഈ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളാണ് ഭൂകമ്പങ്ങൾ, അതായത് എർത്ത്ക്വേക്ക്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് റോക്സ് ആൻഡ് ഫോൾട്ട് ആർ ഒക്കേർഡ് ഡ്യൂ ടു ദ ഇന്റേണൽ മൂവ്മെന്റ്സ് ഓഫ് എർത്ത്. അണ്ടർ സച്ച് സിറ്റുവേഷൻസ് സിവിയർ പ്രഷർ ഈസ് exerted on the earth lithosphere. It caused for the generation of seismic waves. These waves create tremors on the earth surface. It is earthquake. ഇനി നമുക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. ഫലക ചലനവും ഭ്രംശനവും. 2. ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്. 3. ജലസംഭരണികളിലെ സമ്മർദ്ദം. 4. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ. What are the reasons for earthquake? First one, plate movements and faulting. Second one, collapse of the roof of mines. Third one, pressure in reservoirs. Fourth one, volcanic eruption. ഇനി നമുക്ക് ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രമെന്നും അതിനു നേരെ മുകളിലുള്ള ഭാഗം എപ്പി സെന്റർ എന്നും അറിയപ്പെടുന്നു. ഒന്നും കൂടി, ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രമെന്നും അതിനു നേരെ മുകളിലുള്ള ഭാഗം എപ്പി സെന്റർ എന്നും അറിയപ്പെടുന്നു. അതായത് ഫോക്കസ് ആൻഡ് എപ്പി സെന്റർ. ദ ഡീപ്പ് പോയിന്റ് inside the earth where the earthquake occurs are known as focus, and the point vertically above it on the earth surface is known as epicenter. ഭൂകമ്പ വേളയിൽ 3 തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്നും പുറപ്പെടുന്നത്. 1 പ്രാഥമിക തരംഗങ്ങൾ, 2 ദ്വിതീയ തരംഗങ്ങൾ, 3 പ്രതല തരംഗങ്ങൾ. ഇതിൽ പ്രതല തരംഗങ്ങളാണ് കൂടുതൽ വിനാശകാരികൾ. 3 types of waves are produced from the focus during an earthquake. First one, primary waves. Second one, secondary waves. Third one, surface waves. The surface waves are the most destructive ones. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ചിലിയിലാണ്. ഇതിന്റെ തീവ്രത 9.5 ആയിരുന്നു. The seismic waves are recorded by an instrument called seismograph.
The Richter scale measures the intensity of an earthquake. The most severe one earthquake occurred in Chile. Its intensity was 9.5. അടുത്തതായി ഭൗമ ചലനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് സുനാമികൾ. എന്താണ് സുനാമികൾ എന്ന് നോക്കാം. കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കയുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ കാരണം കടലിൽ നിന്നും കരയിലേക്ക് അടിച്ചു കയറുന്ന വിനാശകാരികളായ ഭീമൻ തിരമാലകളാണ് സുനാമികൾ. സുനാമീസ്. Tremor waves originating due to earthquake, volcanic eruptions, meteor impact, etc. in the ocean floor generates huge and disastrous sea waves rising to several meters. Such waves are called tsunamis. National Oceanic and Atmospheric Administration DART എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. On behalf of the National Oceanic and Atmospheric Administration, a real-time tsunami monitoring system named DART, which means Deep Ocean Assessment and Reporting of Tsunami, has been established at various locations. ഇനി നമുക്ക് സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും? അതായത് കടൽ തിരകൾ കൂടുതലായി പിന്നിലോട്ട് വലിയുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, കൂടുതൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക, ഔദ്യോഗിക അറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക, അപകടഘട്ടം തരണം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ പിടിമുറുക്കുക. അതായത് what are the precautions to the impact of tsunamis? First one, try to understand the recessions in sea level. Second one, move on to safer locations. Third one, take official warning seriously. Fourth one, ensure the dangerous situation is over. Once trapped by tsunami, try to escape holding any floating materials firmly. അടുത്തതായി ഭൗമചലനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് അഗ്നിപർവ്വതങ്ങൾ അഥവാ വോൾക്കാനോസ്. ഫലക അരികുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ വഴി ഉരുകിയ ശിലാദ്രവ്യം പുറത്തേക്ക് വരുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്ന പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ ശാന്തസമുദ്രത്തിലെ തീവലയം എന്നറിയപ്പെടുന്നു. Volcanoes are formed by molten rock material coming out through the fissures along the plate margins. Nearly 80% of the world volcanoes are situated around the Pacific Ocean. അടുത്തതായി അഗ്നിപർവ്വതങ്ങൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തെല്ലാം? ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നത് ഫലഭൂഷ്ടമായ മണ്ണാണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കുന്നു. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ ഗീസറുകൾ രൂപപ്പെടുന്നു. What are the uses of volcanoes? The soil formed from lava rocks is fertile. Volcanic ash is a good manure. Geysers are formed in many volcanic regions. എന്താണ് ഗീസറുകൾ? അതായത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ചൂട് നീരുറവകൾ അഥവാ അരുവികളാണ് ഗീസറുകൾ. ഓക്കെ, താങ്ക് യു.